الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയതും നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാകപ്പിഴവുകൾ അല്ലാഹു പരിഹരിച്ച് അതിന്റെ കുറവുകൾ പരിഹരിച്ച് സമ്പൂർണ്ണ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇഷ്ടക്കാർ, കുടുംബക്കാര്, വേണ്ടപ്പെട്ടവരെയൊക്കെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ നിരന്തരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പേടിക്കപ്പെടുന്ന വിഭാഗമായി മുസ്ലിമീങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഏറ്റവും ഭയപ്പാടോടുകൂടെ ഇസ്ലാമോഫോബിയ എന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ട് ഭയപ്പാടോടുകൂടെ കാണുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എത്ര കോടികൾ ചെലവഴിക്കാനും അമേരിക്ക പോലുള്ള, ബ്രിട്ടൻ പോലുള്ള രാഷ്ട്രങ്ങൾ തയ്യാറാണ്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും കോടികൾ അവരതിനു വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഉള്ളിലുള്ളവരായ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഇസ്ലാമിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി, ഒരു മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമലുകൾ കാട്ടിക്കൂട്ടിയത് കൊണ്ടോ ഒരാൾ യഥാർത്ഥ മുഅ്മിനാകൂല. മുസ്ലിമക്കാകാൻ എളുപ്പമുണ്ട്, പക്ഷെ മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഏതാനും ചില അടയാളങ്ങളൊന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മാത്രമാണ്, വേറുള്ളവരൊന്നും പെടൂലാണ്. അല്ലാഹ് പറയുന്നത് അവര് മാത്ര. ആരാണവര്? ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അല്ലാഹുവിന്റെ നരകത്തെ പറ്റിയും ഖബർ ശിക്ഷയെ പറ്റിയും അദാബിനെ പറ്റിയും വിചാരണയെ പറ്റിയും ഒക്കെ പറഞ്ഞാൽ അവർ പേടിച്ചു പോകും. അവരുടെ മനസ്സിൽ പേടിയുണ്ടാവും. പഠിച്ചോനെ, ഞാൻ ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ, എന്നെ ഖബറിൽ കൊണ്ടുപോയിട്ട് അള്ളാഹു ഇടുമല്ലോ എന്നുള്ള പേടി അവർക്കുണ്ടാകും. മറിച്ച് അള്ളാഹു നൽകുന്ന മഗ്ഫിറത്തിനെ പറ്റിയോ സ്വർഗത്തെ പറ്റിയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ തത്വമഇന്നു ഖുലൂബുഹും അല അലാ ബിദിക്രില്ലാഹി തത്വമഇന്നുൽ ഖുലൂബ്, അത് പറയുമ്പോൾ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ തസ്ബീഹ്മാല എടുത്തിട്ട് സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോൾ സമാധാനം ഉണ്ടാവുന്നതല്ലേ ആയത്തിന്റെ അർത്ഥം? അത് പച്ചനോണ. അത് മൗലവിമാർ അവർക്ക് പൈസ പിരിക്കാൻ വേണ്ടി ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥേ ഇല്ല, അല്ലേ? ശരിയല്ലേ? എല്ലാ ദിക്റിന്റെ മജ്‌ലിസിലും മൗലവിമാർ ഓതുന്ന ആയത്തതല്ലേ? അങ്ങനെ ആയത്തിന് അർത്ഥം ഉണ്ട് ഒരു തഫ്സീറിലുമില്ല. അവിടെ ഉള്ളത് അലാ ബിദിക്രില്ലാഹി എന്ന് പറഞ്ഞാൽ ബിദിക്രി വഅദിഹീന, അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റി പുറത്തു തരാ. അല്ലാഹ് ഗഫൂറാണ്, അല്ലാഹ് റഹീമാണ്, സ്വർഗണ്ട്, അല്ലാഹു തആല അങ്ങനെ പൊറുക്കും, 100 റഹ്മത്തുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ മനസ്സ് സമാധാനിക്കുന്ന ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. അല്ലാതെ സലാത്തിന് പള്ളിയിലോ മദ്രസയിലോ നടക്കുന്ന സലാത്തിന് കൂടിയാൽ കൽബ് സമാധാനം ഉണ്ടാവുന്നതല്ല, കൽബ് പിരാന്താവും. നമ്മളുടെ അനുഭവത്തിൽ അങ്ങനെ ദിക്റും സലാത്തും കൊണ്ട് നടന്നവരൊക്കെ പിരാന്തന്മാരെ ആയിട്ടുള്ളൂ. സ്വയബുദ്ധിയിലൊന്നും അവർ മരിക്കാറില്ല. കഴിവുമില്ല, അല്ലാഹ് കാക്കട്ടെ. അപ്പൊ ദിക്ർ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അല്ലാഹ് പറയുന്ന ദിക്ർ അതാണ്. ഏതാവട്ടെ വജിലത്ത് ഖുലൂബുഹും. അപ്പൊ അല്ലാഹു തആല ഖബർ ശിക്ഷയെ പറ്റി, നരക ശിക്ഷയെ പറ്റി, അദാബുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർക്ക് പേടിയാവും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ അവർ ഓതിക്കൊടുക്കുമ്പോഴോ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ അങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിന്റെ മേൽ അവർ തവക്കുലാക്കിക്കൊണ്ടിരിക്കും. അല്ലദീന യുഖീമൂന സ്വലാത്ത, അവർ നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവര് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അപ്പോ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവർ ഈ പറയുന്ന കുറെ ഗുണങ്ങളുള്ള ഒരു വിഭാഗമാണ്. ഞാൻ ചുരുക്കട്ടെ, ഒരുപാട് ആയത്ത് ആ വിഷയത്തെ പറ്റി പറയാനുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് കൂടി, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു.
ആരാണ് ഈ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവർ? ആരാണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശൂൻ, അവരുടെ നിസ്കാരത്തിൽ അവർ ശ്രദ്ധയുള്ളവരാണ്, ബോധമുള്ളവരാണ്. നിസ്കാരം ഞാൻ എപ്പോഴെങ്കിലും അല്ലേ, ഒരു ആഴ്ചയിൽ ഒരിക്കലല്ലേ ഒരു ജുമാ, അല്ലെങ്കിൽ ദിവസത്തിൽ 5 നേരത്തെ നിസ്കാരമല്ലേ, ആ നിസ്കാരം ശരിയാവണം. നിസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് വേണം? 10,000 മസല ശരിയായ നിസ്കാരം ശരിയാവും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിയാവൂ? ഏതൊരു ഇമാം പറഞ്ഞ ചെറിയ കിതാബിലുണ്ട്, നിസ്കാരത്തിന്റെ മസല ഞാൻ എണ്ണിയപ്പോ 12,000 മസല എണ്ണിയിട്ടുണ്ട്. ഒരു മൂലയിൽ ആ മൂലയന്റെ നിലവാരം വെച്ചിട്ട് അയാൾ എണ്ണിയതാ 12,000 മസല വേണം ഒരു നിസ്കാരം ശരിയാവണമെങ്കിൽ അതൊക്കെ നോക്കണം. അല്ല ആ 12,000-ൽ ഒരെണ്ണം തെറ്റിയാൽ എന്തായി? മനസ്സിലാണ്ടോ? 11,999 ശരിയായി, ഒരെണ്ണം പോയാൽ നിസ്കാരം പോയി. ഇത് നമ്മൾ ശ്രദ്ധിക്കണില്ല. നമ്മൾ ആ ഒന്നിന്റെ കാര്യത്തില്, ആ ഒരൊറ്റ നിസ്സാര കാര്യത്തിന്റെ പേരിൽ നിസ്കാരം പോവും. ജുമായാലും അങ്ങനെ തന്നെയാ, ജമാഅത്തായാലും അങ്ങനെ തന്നെയാ. ലോകത്തൊക്കെ ഉള്ള അവസ്ഥയത് നമ്മളിതൊന്നും ശ്രദ്ധിക്കണില്ല. നമ്മുടെ നിൽക്കാൻ ലോകത്ത് നമ്മളെ പറ്റി എല്ലാ ടൈപ്പ് പറയുന്നത് ലോകത്തിന്റെ അവസ്ഥയാണ്. അവർക്ക് ജാടകൾ, ഇങ്ങനെ കുറെ കാട്ടിക്കൂട്ടലുകൾ, കുറെ ആള്, ഒരു 10,000 ആളുള്ള ജുമാ അല്ലെങ്കിൽ 5,000 ആളുള്ള ജുമാ, ഓ എന്താ പള്ളിയിലൊക്കെ ഇപ്പൊ തിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പൊലിവിങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവും. അതിൽ ഒരെണ്ണത്തിന്റെ ഇങ്ങനെ നിൽക്കാനും ശരിയാവണ്ടേ? അത് ശരിയാവണില്ല. അവിടെ ആ ഇബാദത്തുകളെ പറ്റി അവര് ബോധമുള്ളവരല്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? അപ്പൊ നിൽക്കാനും ശരിയാവണം. പിന്നെയോ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരുമാണ്. നിൽക്കാനും മാത്രം പോരാ, പിന്നെന്ത് വേണം? ലഗ്വ്, ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടാതിരിക്കണം. അതൊരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല ഗുണമാണ്. ഒരാൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ ഇടപെടൂല. അതാണ് ഒരു മുഅ്മിൻ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്ന ഹദീസ് പണ്ഡിതന്മാരിൽ ലോക സ്വീകാര്യനായ ഇമാം ബൈഹഖി അദ്ദേഹം രേഖപ്പെടുത്തുന്ന കാണാം. എന്താണ് ലഗ്വ് എന്ന് പറഞ്ഞാൽ? അൽ ബാത്തിലുല്ലദീ ലാ യുതവസ്സലു ബി ഖൈദിൻ സ്വഹീൻ, പ്രത്യേകമായ നേട്ടവും അതുകൊണ്ടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ, അതൊക്കെ ലഗ്വാണ്. അത് പറഞ്ഞത് കൊണ്ടൊരു നേട്ടമില്ല, അതുകൊണ്ട് പറയത്തക്ക അത് ചെയ്തത് കൊണ്ടൊരു നേട്ടമില്ല. വലാ യകൂനു ലിഖായിലിഹി ഫായിദത്തുൻ, അത് പറഞ്ഞ ആൾക്കൊരു ഫലം ഉണ്ടാവില്ല. വറുബ്ബമാ യകൂനു വബാലൻ അലൈഹി, ചിലപ്പോ ആ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ, അത് ചെയ്തതിന്റെ പേരിൽ, അത് കേട്ടതിന്റെ പേരിൽ അവൻ നരകത്തിൽ കിടക്കേണ്ടിയും വരും, നാശമാകും. അതൊരു പാപമായി മാറും. അതിനാണ് ലഗ്വ് എന്ന് പറയാ എന്ന് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാൻ 13-ാമത്തെ വാള്യം 267-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഇത് നമ്മൾ ബോധവാന്മാരല്ല. ഇപ്പൊ നമ്മള് 24 മണിക്കൂറും ആകെ ലഗ്വിലാണ് ഇന്നത്തെ സമൂഹം. നേരം പോക്ക്, കളി, തമാശ എന്നൊക്കെ പറയുന്ന ഒരു നിലയ്ക്കും കൂലി കിട്ടാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അതെന്തുകൊണ്ടാ സംഭവിക്കുന്നത്? അതാണ് ശൈത്താന്റെ വിജയം എന്ന് പറയുന്നത്. ശൈത്താൻ അവരുടെ അമലുകളെ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ചെന്നിട്ട് പറയാം, നിന്റെ ജുമാ ശരിയാവോ, നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കൊത്തുപോതിയാ കൊത്തുമ ശരിയാവോ, ഇങ്ങനെ ജുമ ഓതിയാ ജുമാ ശരിയാവോ? ഇപ്പൊ ചൈത്താനോട് ഇടപെടും. ചൈത്താനോടോട് പറയും, ചോദിക്കണം, മക്കത്തില്ലേ, മദീനത്തില്ലേ? ചൈത്താൻ ചോദിക്കാൻ പറയാ, ഇത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, മക്ക, മദീന എന്നൊരു പ്രമാണം ഇസ്ലാമിലില്ല. പക്ഷെ ചൈത്താൻ കൊണ്ടുവരും അവിടെ അങ്ങനത്തെ ഒരു സ്വഭാവം. നമ്മളൊരു കാര്യം, നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ അവിടെ എന്തെങ്കിലും അവിടെ ഇടപെടും. പിശാചിന്റെ കഴിവ് അതാണ്. അതെന്ത് കാര്യമായാലും ഒരു മനുഷ്യനെ നന്നാവാൻ പിശാച് അനുവദിക്കൂല. അനുവദിച്ചാൽ പിശാച് പരാജയപ്പെട്ടു, അതിന് പിശാച് സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കേടുവരുത്താം. അല്ലാത്തോടത്തും കയറൂലല്ലോ, മുതലുള്ളോടെ കള്ളം കയറുക. ശബരിമല അമ്പലത്തിൽ കള്ളന്മാര് കയറി സ്വർണം കക്കാൻ. എന്തുകൊണ്ട്? അവിടെ സ്വർണ്ണുണ്ട്. പള്ളികളിലൊന്നും കള്ളന്മാര് കയറാത്ത എന്തുകൊണ്ടാ? സ്വർണ്ണമില്ല അവിടെ, വെള്ളിയില്ല, പൈസ ഇല്ല, നയാ പൈസ ഇല്ല. പള്ളിക്കാരെ വല്ലതും അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതാണ് പള്ളിന്റെ അവസ്ഥ. അതുകൊണ്ട് പള്ളിയിൽ കള്ളം കയറൂല. കാര്യവന്റെ കാര്യം അതോ കരിയ ഒന്നും കിട്ടൂല. അധ്വാനിച്ചതനുസരിച്ച് മെനക്കെട്ടിന് എന്തും കിട്ടണ്ടേ? അതുകൊണ്ട് പള്ളിയിൽ കള്ളം കയറൂല, അമ്പലത്തിൽ കള്ളം കയറും. കാരണം അവിടെ സ്വർണ്ണുണ്ട്, പൊന്നുണ്ട്, വെള്ളി ഉണ്ട് എന്നൊക്കെ അവനിക്കറിയാം. എന്നതുപോലെയാണ് കള്ളൻ, ഇബ്ലീസ് എവിടെ കയറൂ? നല്ല മനുഷ്യന്മാരുടെ ഇബാദത്ത്, ഇപ്പം കുറച്ചൊക്കെ ഇബാദത്തൊക്കെ ഉള്ള ആളാണ്, നല്ല ഈമാനുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അവനെ അങ്ങനെ വിട്ടാൻ പറ്റൂല എന്നാ ഇബ്ലീസിന്റെ തീരുമാനം. അതിന് ഇബ്ലീസിന് അള്ളാഹ് കൊടുത്തിരിക്കുന്ന ആയുധം എന്താ നിങ്ങൾ ആലോചിക്കണം. ഖുർആൻ തന്നെ പറഞ്ഞൊരു ആയുധമുണ്ട് ഇബ്ലീസിന്റെ കയ്യിൽ. എന്താണത്? അള്ളാഹിനോട് വാദപ്രതിവാദം നടത്തിയിട്ട് ഇവരെയൊക്കെ ഞാൻ പഴപ്പിക്കും റബ്ബേ, അവരുടെ അധികത്തിന് നീക്കി കിട്ടൂല എന്ന് അള്ളാഹിനോട് വെല്ലുവിളിച്ചു ഇബ്ലീസ്. അപ്പൊ അള്ളാഹ് അവനോട് പറഞ്ഞൊന്നുണ്ട്, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും
നിനക്ക് ആ കഴിയണവരെയൊക്കെ നീ വളച്ചള. വസ്തഫ്സിസ് പറഞ്ഞാൽ നീ വളച്ചെടുത്തള. നിനക്ക് കഴിയുന്നവരെയൊക്കെ നീ വളച്ചെടുത്തള. മിൻഹും അവരിൽ നിന്ന് ബി സൗത്തിക്ക നിന്റെ ശബ്ദം കൊണ്ട്. ആലോചിച്ച് വെക്കണേ, പത്ര നല്ല ശബ്ദം എനിക്ക് ഇബ്ലീസിന്റെ ശബ്ദം. നിങ്ങളാരും കേട്ടിട്ടില്ല ഇബ്ലീസിന്റെ ശബ്ദം? കേട്ടിട്ടില്ല. അവിടെ കുഴപ്പം അതാ ഞാൻ ഈ പറഞ്ഞ ചതിവലകളിൽ നമ്മൾ കുടുങ്ങുക. ഇബ്ലീസിന്റെ ശബ്ദം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതാ നമുക്ക് പറ്റുന്നത്. കാരണം ഇബ്ലീസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടില്ല. എന്താണ് ഇബ്ലീസിന്റെ ശബ്ദം? അത് നമ്മൾ തിരിച്ചറിയണം. അത് പറഞ്ഞു തരേണ്ട ആള് റസൂലുള്ളയാണ്. മഹാന്മാരായ ഇമാം ഖുർആൻ വ്യാഖ്യാതാക്കളാണ്. ഇമാം ജലാലൈൻ തന്നെ അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട് ബിൽ ഖൈനായി വൽ മസാമീരി. ഇശാദിന്റെ ശബ്ദം എന്ന് പറയുന്നത് പാട്ടും അതേപോലെ തന്നെ വൽ മസാമീരി ഹാർമോണിയം, തബല, അല്ലെ അങ്ങനെയുള്ള കുഴലൂത്ത്, ഗിത്താർ എന്നൊക്കെ പറയണില്ലേ, വീണ എന്നൊക്കെ പറയണില്ലേ, ഇതൊക്കെ തന്നെയാണ് എന്ത് ഇബ്ലീസിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ആ ശബ്ദത്തിനെയാണ് ഇബ്ലീസിന് അല്ലാഹ് കൊടുത്ത ശബ്ദമാണ്. ആ ശബ്ദം പുറത്തു വരുന്നത് ഇബ്ലീസിന്റെ ശബ്ദമാണ്. ഇമാം ജലാലിനെ രേഖപ്പെടുത്തുന്നു, ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഇതിനെ തകർക്കാനാണ് റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹ് അയച്ചത്. ഇത് തകർക്കണം. അതിനെ അല്ലാഹ് റസൂലുള്ളാഹിനെ അയച്ചതിന്റെ ലക്ഷ്യം അതാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ബഅസനി റഹ്മത്തൻ ലിൽ ആലമീൻ വഹുദൻ ലിൽ ആലമീൻ. അല്ലാഹു തആല എന്നെ നിയോഗിച്ചിരിക്കുന്നത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ്. വഹുദൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ നേർമാർഗം കാണിക്കാനുമാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത്. വഅമറനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ബിമഹ്കിൽ മആസിഫി വൽ മസാമീരി, കുഴൽ വാദ്യങ്ങളും അതുപോലെ സംഗീത ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കണമെന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഷഫീഉന റസൂലുള്ളാഹി. ഇവിടെ നമുക്ക് പ്രശ്നം, നമ്മൾ ഇത് വളർത്തുന്ന ആളുകളാ, നമ്മളിത് കൊണ്ടു നടക്കുക. ചെവിയിൽ ഇത് വെക്കാതെ നമ്മുടെ മക്കൾക്കൊന്നും കടന്ന ഉറക്കം വരൂല. ഈ സംഗീതവും ഈ വാദ്യങ്ങളും ഈ ഹാർമോണിയവും ഈ ഗിത്താറും ഈ വീണയും അങ്ങനെയുള്ള കൊഴലൂത്തുകളൊക്കെ ഇതൊക്കെ ഹറാമാണ്. അല്ലെങ്കിൽ പാട്ട് വെറും പാട്ടായാൽ പോലും കറാത്ത. ആലോചിച്ച് നോക്കണേ, നമ്മള് വെറും പാട്ട് ഇങ്ങനെ പാടിയപ്പോ കുഴപ്പമില്ലല്ലോ. ആ പാട്ട് പോലും എന്താണ് ഷറഈന്റെ ഭാഷയിൽ കറാഹത്താണ്. അതിൽ സംഗീതം കൂടുമ്പോഴോ അത് ഹറാമാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ നിലവാരം, ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എന്റെ സമുദായത്തിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്. സ്വഹാബാക്കളോട് പറയും, എപ്പല്ല ഇനി ഉണ്ടാകും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ, അന്യ സ്ത്രീയുടെ ഫർജും അതേപോലെ തന്നെ പട്ടും അവർ അനുവദനീയമാക്കും. വൽ ഖംറ വൽ മആസിഫ, സംഗീത ഉപകരണങ്ങളും മ്യൂസിക്കുകളും മദ്യവും അവര് എന്ത് ചെയ്യും? ഹലാലാക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ കള്ള എങ്ങനെ ഇവര് ഹലാലാക്കാം? എല്ലാവർക്കും അറിയാലോ അത് ഹറാമാണ്. അതിനുള്ള മാർഗം ഉണ്ട്. അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവര് പേരൊന്നും മാറ്റി പറയും. കള്ളുന്നതിന് പറയില്ല, വേറെ പേരിൽ ഇറങ്ങാൻ തുടങ്ങും. പേര് വേറെയാണ്. അങ്ങനെ വരുമ്പോ എന്താവും? അതിന് ഖംറ് എന്ന് പറയില്ലല്ലോ, കള്ളല്ലല്ലോ. ഞാൻ കുടിച്ചത് കള്ളല്ല, ഞാൻ കുടിച്ചത് വേറെന്തോ ഒരു പേര്, ആഗ്രഹിച്ചാൽ ആ പേരുണ്ടാവും. ആ പേരുള്ളതാണ് അവൻ കുടിച്ചത്. അങ്ങനത്തെ ഒരു കാലം വരും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ ഹറാമുകളെ ഹലാലാക്കുന്ന ഒരു വിഭാഗം വരുമ്പോൾ ആരാ നമ്മൾ ആലോചിക്കണം. നിങ്ങൾ മൂല്യന്മാരല്ലാത്തവര് കൂടിയിട്ട് ഇത് തീരുമാനിച്ചാൽ നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹലാലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആര് വേണം? ഹലാലാക്കണമെങ്കിൽ മൂല്യന്മാർക്കേ കഴിയൂ, അല്ലേ? നിങ്ങൾ ആലോചിക്കണില്ല അത്? 1967 ഏപ്രിൽ 14 സമസ്ത മുഷാവറ കൂടിയിട്ട് സ്പീക്കറിൽ ഖുത്ബയും ജുമായും ജമാഅത്തൊക്കെ നടത്തല്, ബാങ്ക് കൊടുക്കലും ഖുത്ബ ജായിസാണെന്ന് സമസ്ത തീരുമാനിച്ചു. എന്തുകൊണ്ടാ ജായിസാന്ന് തീരുമാനിക്കേണ്ടി വന്നത്? പറയും. മുമ്പ് ജായിസ് അല്ലാത്തത് കൊണ്ട് അല്ലേ? മുമ്പേ ജായിസാണെങ്കിൽ ജായിസാന്ന് തീരുമാനിക്കണം. നാളെ ശനിയാഴ്ച തീരുമാനിക്കാൻ മുഷാവറ കൂടാറില്ലല്ലോ. നാളെ ഞായറാഴ്ച തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? മുഷാവറ കൂടേണ്ടി വരും. അപ്പൊ മുഷാവറ കൂടി ജായിസാന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാ? മുമ്പ് ജായിസല്ല, ഇന്നലെ വരെ അത് ഹറാമാണ്, ഇന്ന് അത് ജായിസായി. അതിനാണ് എന്നതുപോലെ കള്ള് ഹലാലാക്കാൻ മൂല്യന്മാർ കൂടും. ആ മൂല്യന്മാർക്ക് നിങ്ങൾ ഇതൊക്കെ ഒരു വിഭാഗത്തിന് പേര് വെച്ചുവിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ അതാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ വ്യാപകമായി നടക്കുകയാണ്
കള്ള സൂഫികൾ, കള്ള ത്വരീക്കത്തുകാർ. അവർക്ക് ഇപ്പൊ പാട്ടും ഹാർമോണിയവും വീണയും കൂത്തും അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർക്ക് ഹലാലാണ്. അവരതിന്റെ ആളുകളാണ് കള്ള സൂഫികള്. അവർക്ക് സംഗീതം ഹലാലാണത്രേ. അവർ സൂഫികളാണത്രേ. അവർക്ക് സംഗീതം ഹലാലാണ്. ഒരാൾ പറയാ, ഒരു ഷെയ്ഖ് ഒരു ഷെയ്ഖ് പറയാണ്, ഞാൻ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കേട്ടില്ല? നിങ്ങൾ കണ്ടില്ലേ വീഡിയോ? അല്ലേ? തങ്ങളാണത്രേ. എന്നിട്ട് ആള് പറയാണ്, നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നല്ല, ബാബുരാജ് സ്വർഗത്തിലാണ്, പ്രേം നസീർ സ്വർഗത്തിലാണ്, ബഹദൂർ സ്വർഗത്തിലാണ്, അവരൊന്നും നരകത്തിലാണെന്ന് പറയാൻ പറ്റൂല. മൂപ്പരിങ്ങനെ പെർമിറ്റ് കൊടുക്കുകയാണ് നിനക്കൊക്കെ. ധിക്കരിക്കുന്നവർക്കും നോമ്പ് പിടിക്കുന്നവർക്കും മൂമിനായി ജീവിച്ച് മരിച്ചവർക്കൊന്നും സ്വർഗം മൂപ്പർ കൊടുക്കണില്ല. ഇവർക്കൊക്കെ സ്വർഗം. ഇതാണ് ഇപ്പൊ ത്വരീക്കത്ത്. ഇതിനാണ് ത്വരീക്കത്ത്, സൂഫീസം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കള്ളു കുടിക്കും. അവരതിന്റെ പേരൊന്ന് മാറ്റി പറയും. കള്ള് എന്നതിന് പറയില്ല, അതിന് വേറെ പേര് പറയും. വേറെ പേര് പലതും പറയാലോ. എന്നിട്ടോ അതിന്റെ പുറമെ അതേപോലെ തന്നെ അവരുടെ തലയ്ക്ക് മുകളിൽ മആസിഫുകള്, സംഗീത ഉപകരണങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് മുട്ടപ്പെടും. ഗായികമാരായ പെൺകുട്ടികള് അവരുടെ മുമ്പിൽ വെച്ച് പാട്ട് പാടപ്പെടും. ആ സംഗീതവും പാട്ടും ഇരുന്ന് ആ നീട്ടിയ മുടിയും വളർത്തി തല കുലുക്കി ആസ്വദിക്കുകയാണ് മൗലവിമാര്. അല്ലെ? മൗലവിമാര് ദിക്റ് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ചാട്ടമാണ്, നിന്ന് ചാടലാണ് ഇപ്പൊ ദിക്റ്. അതൊക്കെ അവർക്ക് അനുവദനീയമാണ്. അവര് മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളും അല്ല, പിന്നെ ആരാത്രേ? സൂഫികളാത്രേ. അവര് മുഅ്മിനീങ്ങളല്ല, പിന്നെന്താണ്? അവര് പറയുന്ന പേരാണ് സനാതന സൂഫികൾ എന്നൊരു വാക്കും കൂടി. ഇപ്പൊ അടുത്തൊരു പത്രസമ്മേളനത്തിൽ മണ്ണാർക്കാട് നടത്തിയ പത്രസമ്മേളനത്തിൽ സൂഫികൾ പറഞ്ഞ വാക്കാണ് സനാതന സുന്നികളാണ്. അതായത് മോഡിന്റെ സുന്നികളാണ് ഞങ്ങൾ, സനാതന സൂഫികളാണ് പറഞ്ഞാൽ മോഡിന്റെ സൂഫികളാണ്. അപ്പൊ മോഡി വല്ല ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് ഓർക്കുന്നത് ഞങ്ങൾക്ക് തന്നാ മതി, ഞങ്ങൾ BJP-ക്കാരാണ്. ഇപ്പൊ പറയണ കോലതൊക്കെ ഇന്ന് ലോകത്ത് നടക്കണ പറയണത് ഇതൊക്കെ ഇന്ന് ലോകത്ത് നടക്കുക. എന്നിട്ട് അവർക്ക് സംഘടന, അവർക്ക് പാർട്ടി ആഫീസ്, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ഒക്കെ അവർക്ക് ഹലാലാണ്. അങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പാടുക. നോക്ക് നിങ്ങൾ, ഞാൻ നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ. ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളിലെ ഏറ്റവും വലിയ തലവനെന്ന് റസൂലുള്ളാഹി തങ്ങൾ പുകഴ്ത്തിയ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അഫ്തിനി, നിങ്ങൾ എനിക്കൊരു ഫത്വ തരണം. ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയാ, അഫ്തിനി ഫിൽ ഖിനായി, ഈ പാട്ടിനെ പറ്റി എനിക്ക് നിങ്ങളൊരു ഫത്വ തരണം. ആ ഹലാലുൻ ഹുവ അം ഹറാമുൻ, പാട്ട് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചു. മനസ്സിലാണില്ലേ? പാട്ട് പറഞ്ഞാല്, പാട്ട് എന്ന് പറഞ്ഞത് ആ പാട്ടിന്റെ രാഗം പരിഗണിക്കപ്പെടുമ്പോ പാട്ട്. അപ്പോ അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അഖൂലു ഹലാലുൻ ഇല്ലാ മാ ഹറമല്ല, അല്ലാഹ് ഹറാമാക്കാത്തതിനെ കുറിച്ച് ഞാൻ ഹറാം എന്ന് പറയില്ല, അല്ലാഹ് ഹലാലാക്കാത്തതിനെ കുറിച്ച് ഞാൻ ഹലാൽ എന്നും പറയില്ല. അതുകൊണ്ട് പാട്ടിനെ പറ്റി ഹറാമെന്നും ഞാൻ പറയില്ല, ഹലാൽ എന്നും പറയില്ല. പക്ഷെ ഈ ചോദിച്ച ആളോട് മൂപ്പര് പറയാ, നീ അവിടെ നിൽക്ക്, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുല്ലി, നീ എന്നോട് പറ, ഖിയാമത്ത് നാളിലും അശ്ശറിയില് ഹക്കും ബാത്തിലും, സത്യവും അസത്യവും, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായതും സ്വീകാര്യമല്ലാത്തതും വിചാരണയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുമല്ലോ. അങ്ങനെ അശ്ശറിയിൽ വരുമ്പോ ഈ പാട്ട് ഏത് കൂട്ടത്തിലുണ്ടാകുക എന്ന് തിരിച്ചു ചോദിച്ചു. ഹക്കിന്റെ കൂട്ടത്തിൽ അത് ഉണ്ടാകുക, പാട്ടിലിന്റെ കൂട്ടത്തിലാണോ പാട്ടുണ്ടാകുക എന്ന് ഈ ചോദിച്ച ആളോട് ഇബ്നു അബ്ബാസ് തങ്ങൾ തിരിച്ചു ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, മാൽ ബാത്തിലി, ഇതിപ്പോ സ്വർഗം കിട്ടേണ്ട അമലൊന്നും അല്ലല്ലോ ഇപ്പൊ ഇത്, അതുകൊണ്ട് ഇത് ബാത്തിലിന്റെ ഒപ്പം തന്നെ. ഇതിപ്പോ അതായത് സ്വർഗത്തിൽ കടത്താനുള്ള അമലൊന്നും അല്ല, ഒരു നേരം പോക്ക്, ഒരു രസം, ഒരു തമാശ, അത്രയല്ലേ അതിലുള്ളൂ. ഇപ്പൊ കാല. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ ഇത് പൊയ്ക്കോ, ഫലക്കത് അഫ്തൈത നഫ്സക, നീ നിനക്ക് ഫത്വ കൊടുത്തിട്ടോ, നീ എന്നെ ഫത്വ കൊടുത്താറ്. ഇനി അത് ഹറാമാന്ന് പറയാൻ വേറൊന്നും വേണ്ടല്ലോ, അത് കറാഹത്താണ്. നമ്മളെ മദ്ഹബില് പൊതുവെയുള്ള പാട്ടായി പറയുന്നത്, പാട്ടിന്റെ രാഗവും താളവും ഒക്കെ മാറുമ്പോ അവസ്ഥയൊക്കെ മാറും, അത് വേറെ വിഷയം. അപ്പൊ അതുകൊണ്ടാണ് അത്ര ഗുരുതരമാണ്, നമുക്കിതൊന്നും ചിന്തല്ല. എന്നിട്ട് ഇവര് സൂഫികളാണ്. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. കുറെ ചെക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്, തലയൊക്കെ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട്, പെണ്ണുങ്ങളെ പോലെ മുടി വളർത്തിയിട്ട് സൂഫി ഗാനങ്ങൾ അല്ലേ, അങ്ങനെ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ സൂഫി ഗാനങ്ങൾ എന്നും പറഞ്ഞിട്ട് കുറെ തലയെ കാട്ടിച്ചിങ്ങനെ പാടുന്ന കുറെ ചെറുപ്പക്കാർ.
അതിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഹാർമോണിയും മറ്റൊക്കെ മുട്ടിയിട്ട് കുറെ താടി കാടിക്കാരും തൊപ്പിക്കാരും വ്യാപകമാണ്. നിങ്ങൾ കാണില്ല വളർത്തിൻ്റെ കാര്യം ഉണ്ടോ? ഇതൊക്കെ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹം നമ്മുടെ മക്കൾ ആസ്വദിക്കുക. ഇതൊക്കെ ഒരു പുണ്യകർമ്മമാണെന്ന് നമ്മുടെ തലമുറ തന്നെ മനസ്സിലാക്കുന്നു. ഇത് എത്ര വലിയ അബദ്ധമാണ് നിങ്ങളെന്ന് ആലോചിക്കുക. നോക്ക് നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റുന്ന യഥാർത്ഥ സൂഫി, യഥാർത്ഥ ത്വരീഖത്തുകാരൻ, എല്ലാം തികഞ്ഞ ത്വരീഖത്തുള്ള മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങള് ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവുക. ഒട്ടകപ്പുറത്ത് മൂപ്പന്റെ പുറകില് മൂപ്പന്റെ ഭൃത്യനായ നാഫി എന്ന് പറയുന്ന താബിയുണ്ട്. ആ നാഫിയെ പിന്നിൽ ഇരുത്തിയിട്ട് ഇബ്നു ഉമർ ഒട്ടകത്തെ തെറിച്ചിങ്ങനെ പോവുക. ഒരു വഴിക്ക് അങ്ങനെ പോയപ്പോ ഒരാൾ കൊയലൂതുന്ന ശബ്ദം കേട്ടു. കൊയലിങ്ങനെ ഊതുമല്ലോ. ആ കൊയലിൽ ശബ്ദം കേട്ടപ്പോ മൂപ്പര് രണ്ട് ചെവിയിലേക്കും വിരലിറക്കി വെച്ചു. എന്നിട്ട് ഒട്ടകത്തെ പിടിച്ചങ്ങോട്ട് തിരിച്ചിട്ട് വേറെ വഴിക്ക് തിരിച്ചു വിട്ടു. എന്നിട്ട് കുറെ അങ്ങോട്ട് ചെന്നിട്ട് നാഫീനോട് ചോദിച്ചു, ഇപ്പൊ കേൾക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ആ കേൾക്കുന്നുണ്ട് പറഞ്ഞു. അതിൽ പിന്നെയും വിട്ടു ഒട്ടകത്തിന്. അങ്ങനെ കുറെ അങ്ങോട്ട് പോയപ്പോ ചോദിച്ചു, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. അതിൽ പിന്നെയും വായിപ്പിച്ചു. കുറെ അപ്പുറം പോയിട്ട് നാഫീനോട് ചോദിച്ചു, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ നാഫി പറഞ്ഞില്ല, അപ്പൊ കേൾക്കണില്ല പറഞ്ഞു. അപ്പൊ മൂപ്പര് ചെവിന്ന് വിരലെടുത്തു. എന്നിട്ട് ഒട്ടകത്തെ മറ്റേ വഴിക്ക് തിരിച്ചു വിട്ടിട്ട് ആ വഴിക്ക് കയറി യാത്ര ചെയ്തു. നോക്കണം നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ഇതാ സ്വഹാബത്തിനെ നബി പഠിപ്പിച്ചത്. അതാണ് ത്വരീഖത്ത്, അതാണ് സൂഫിസം. എന്നിട്ട് മൂപ്പര് പറഞ്ഞത് എന്താ? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല കദ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഴൽവിളി കേട്ടപ്പോ റസൂലുള്ള ചെവിയിൽ വിരലിട്ട് അമർത്തി. എന്നിട്ട് ഒട്ടകത്തെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടു. എന്നിട്ട് അത് കേൾക്കണില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് പിന്നെ ആ വഴി കൂടെ കയറി പോയത്. ഇത് ആരുടെ സുന്നത്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ്. നമ്മുടെ സൂഫികൾക്കും ത്വരീഖത്തുകാർക്കും ഇതൊന്നും വേണ്ട. അവർക്ക് പത്തര ഏർപ്പാടുകളാ. അവർക്ക് ഈ ചാടലും കാട്ടലും ഈ തോന്നിയാസങ്ങളൊക്കെ അവരുടെ ദീനിന്റെ ഭാഗമായിട്ട്, സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവർ ഇതൊക്കെയാണ് ത്വരീഖത്ത്, ഇതൊക്കെയാണ് സൂഫിസം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അതല്ല ത്വരീഖത്ത്. ത്വരീഖത്ത് സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? തത്തബ്ബു അഫ്ആലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അമലു ബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ പരതുക, അന്വേഷിക്കുക, അത് പഠിക്കുക, അത് ചിക്കിക്കുത്തി പരിശോധിക്കുക. എന്നിട്ട് നബി എന്താ ചെയ്തെന്നൊക്കെ പരിശോധിച്ചിട്ട് വൽ അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിനാണ് സൂഫിസം എന്ന് പറയാം. അല്ലാണ്ട് ഈ തോന്നിയാസങ്ങളൊക്കെ ഹലാലാക്കി കൊടുക്കലല്ല. ഹാർമോണിയും ഡെക്കും തബലയും ഗിത്താറും വയലിനൊക്കെ വെച്ചിട്ട് പാട്ടും പാടിയിട്ട് അരികെ വെക്കണനുസരിച്ചിട്ട് ഈമാൻ ഇങ്ങനെ കൂടത്ര അവർക്ക് തലങ്ങനെ ആട്ടാണ്. ആയിഷാ ബീവി പറഞ്ഞ ആ തലയാട്ടുന്ന ശൈത്താനെ പുറത്താക്കി ആദ്യം. ഒരു വീട്ടിൽ ആയിഷാ ബീവി ചെന്നപ്പോ, റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷാ ബീവി ചെന്നപ്പോ ഒരു പാട്ടുകാരനിരുന്ന് പാട്ട് പാടുന്ന ആയിഷാ ബീവി കാണുക. അവർ തലങ്ങനെ ആട്ടുന്നുണ്ട്. ഇതേപോലെ മുടിയൊക്കെ അവരും വളർത്തിയിരുന്ന അന്നുണ്ട് ഈ കള്ള സൂഫികള്. അല്ല ആയിഷാ ബീവി പറഞ്ഞു, ആ ശൈത്താനെ പിടിച്ച് പുറത്താക്കി ആദ്യം, എന്നാലേ അവിടെ റഹ്മത്തിന്റെ മലക്കൾ വരുള്ളൂ. ആ ചൈത്താനെ പിടിച്ച് പുറത്താക്കാൻ പറയും. ഈ ചൈത്താന്മാരെ അപ്പുറത്തെ ത്വരീഖത്തുകാര്, ഈ ചൈത്താന്മാരെ അപ്പുറത്തെ സൂഫികള്, ഇവര് തലയിക്കെട്ടും കെട്ടിയിട്ട് വാശുമായിട്ട് കയ്യിൽ തസ്ബീഹുമാലയും വലിയ ഔലിയപ്പാപ്പമാരായിട്ട് നടക്കുക ഈ ചൈത്താന്മാര്. അല്ലാഹ് കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതല്ല ശരി, ഇതല്ല ഈ ആട്ടവും ഈ പാട്ടും, ഇതൊന്നും അല്ല ത്വരീഖത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ ദീന് എന്ന് പറയുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയുന്നത് കാണാം, മാ തഗന്നൈതു വലാ തമന്നൈതു മുൻദു അസ്ലമു, ഞാൻ മുസ്ലിം ആയതിന്റെ ശേഷം പാട്ട് പാടിയിട്ടുമില്ല, വലാ തമന്നൈതു പാടണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. ആലോചിച്ച് നോക്കണം വാക്കിന്റെ കടുപ്പം. മുസ്ലിം ആയ ശേഷം ഞാൻ പാടിയിട്ടില്ല. ഇവരൊക്കെ വലിയ പാട്ടുകാരാ. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലൗല ശീറു ലിൽഉലമാഇ യസ്രി ലകുന്തുൽ യൗമ അശറ മിൻ ലബീദിൻ, പാട്ട് പാടൽ മൂല്യന്മാർക്ക് പറ്റുന്ന ഒരു പണിയായിരുന്നുവെങ്കിൽ ലബീദിനെക്കാളും വലിയ പാട്ടുകാരനാകുമായിരുന്നു ഞാൻ. പക്ഷെ അത് പാടാത്ത എന്തുകൊണ്ടാ? അത് മൂല്യന്മാർക്ക് പറ്റുന്ന പണിയല്ല, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നവർക്കുള്ള മാർഗമല്ല അത്. അത് ത്വരീഖത്തുകാരുടെയും സൂഫിയുടെയും മാർഗമല്ല, ചൈത്താന്മാരുടെ മാർഗ. അതുകൊണ്ടാ ഷാഫി ഇമാമ പാട്ട് നിർത്തിയത്, അറിയാഞ്ഞിട്ടല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെയോ ആ പാട്ട് വെറും പാട്ടാണ് അല്ലെ? ഏത് വെറും പാട്ട് പറഞ്ഞാൽ നമ്മള് ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് മൗലൂദിലും അല്ല വയലിന്റെ മുമ്പൊക്കെ മൗലായി ചൊല്ലിയിരുന്നു അല്ലെ? അതെന്താണ്? പാട്ടാണ്. ഇപ്പോ ബുർദ മജ്ലിസ് എന്ന് പറയുന്നത് എന്താണ്? ആ സ്ഥാനത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
മാറി, അതിന്റെ രീതികൾ മാറി, അതിന്റെ അവസ്ഥകൾ മാറി. ഒരു പാട്ട് എന്ന് പറഞ്ഞാല് ഇനി ഏതായാലും പാട്ടിന് 4 അർത്ഥങ്ങളുണ്ട്, 4 തലങ്ങളുണ്ട് ഒരു പാട്ടിന്. അതിന്റെ അർത്ഥതലമുണ്ട്, സംസ്കാര തലമുണ്ട്, ഭാവനാ തലമുണ്ട്, ശബ്ദതലമുണ്ട്, ഇങ്ങനെ പലതുണ്ട്. അപ്പൊ ഒരു പാട്ട് അനുവദനീയമാകണമെങ്കിൽ അതിന്റെ ഈ പറയുന്നതിലെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നതാണ്, ആ പരിധികൾ അംഗീകരിക്കുന്നതാവണം. ഇപ്പൊ നമ്മൾക്ക് അതിന്റെ അർത്ഥതലമല്ലല്ലോ. പണ്ട് നമ്മൾ ബുർദ പാടുമ്പോ എന്തായിരുന്നു ലക്ഷ്യം? റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്നതായിരുന്നു. ഇപ്പൊ ബുർദ മജ്ലിസ് നമ്മൾ നടക്കണത് എന്താ? അതിന്റെ രീതിയാണ് അല്ലെ? അന്നത്തെ മൂല്യന്മാർ ആരെങ്കിലും ആ രീതിയിൽ ആ പാട്ട് പാടിയിട്ടുണ്ടോ? ആരും പാടിയിട്ടില്ല. ഇപ്പൊ കുറെ ചെക്കന്മാര് സിനിമ പാട്ടും കവാലിയും മറ്റതും കുറെ ചെയ്ത്താൻ പാട്ടൊക്കെ കേട്ടിട്ട് ആ പാട്ടിന്റെ രീതിയിലൊക്കെ ഇത് പാടുകയാണ്, ബുർദ പാടുകയാണ്. എന്നിട്ട് ബുർദ മജ്ലിസ് എന്ന് പേരിട്ടിരിക്കുകയാണ്. അതിനെങ്ങനെ അള്ളാഹിന്റെ അടുത്ത് കൂട്ടിയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ ആശയതലം പോയി. പിന്നെന്താ? അപ്പൊ അതിന്റെ സംഗീത തലമാണ്, സംഗീതമാണ് അതില്. ആ സംഗീതാത്മകമായിട്ട് അതിങ്ങനെ പാടുമ്പോൾ ആ ചൊർക്ക് അത് ആസ്വദിക്കുന്നതിനൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ കൂടി കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ വലാ തത്തബിയു ഖുതുവാത്തി ശൈത്വാൻ, പരിശുദ്ധ ഖുർആൻ പറയും നിങ്ങൾ ശൈത്താന്റെ ചവിട്ടടികളെ, ശൈത്താന്റെ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ആ ശൈത്താൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അത്തരം കെണികൾ നമ്മൾ കുടുങ്ങാതിരിക്കുക. ആ പാട്ടുകൾ, ഇനി ഇസ്ലാമിന്റെ പാട്ട്, മാപ്പിളപ്പാട്ട്, മറ്റേ പാട്ട്, എന്ത് പാട്ടും ആയിക്കോട്ടെ, അത് നമ്മളെ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ഇബാദത്തുകളിൽ നിന്നും അള്ളാഹിനെ പറ്റിയുള്ള ദിക്റിൽ നിന്നും ചിന്തയിൽ നിന്നുമൊക്കെ നമ്മളെ തിരിക്കുന്ന പാട്ടുകളും ചിരിക്കുന്ന ആ തിരിക്കുന്ന സംഗീതങ്ങളും ഒക്കെയാണ് നമ്മുടെ മൊബൈലുകളായാലും മറ്റ് സംവിധാനങ്ങളായാലും ഇപ്പൊ കാണിക്കുന്ന ഈ ബുർദ മജ്ലിസോ അല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ കാണുന്ന അതാണ്. അതിൽ പെടാതെ നമ്മൾ കാക്കണം. ബുർദ ചെല്ലണ്ടെന്നല്ല ഈ പറഞ്ഞ്, ബുർദ നമുക്കൊക്കെ ചെല്ലാൻ കൂലി കിട്ടും. പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥതലമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബുർദ മജ്ലിസ് അല്ലെങ്കിൽ കവാലി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അതിന്റെ സംഗീത തലമാണ്. ആ സംഗീതം തന്നെ ഹറാമാണ്. ആ സംഗീത തലം ആസ്വദിക്കൽ നിഷിദ്ധമാണ്. അത് അള്ളാഹു നമുക്ക് അനുവദിച്ചതല്ല. അതുകൂടി കൂടുമ്പോ ഏത് പാട്ടും ഉണ്ടാകും, ഹറാമായ പാട്ടായി മാറുന്ന എഴുതുമില്ല. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകൾ ഇത്തരം കള്ള ത്വരീഖത്തുകാരുടെ, കള്ള സൂഫികളുടെ ഇത്തരം പിശാചുക്കളുടെ കെണിവലയിൽ പെടാതെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതും അനിവാര്യമാണ്.